എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ലാസിക്കൽ എൻക്രിപ്ഷൻ ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ക്ലാസിക്കൽ എൻക്രിപ്ഷൻ ടെക്നിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സും ട്രാൻസ്പോസിഷൻ ടെക്നിക്സും ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമുക്ക് സീസർ സൈഫർ, മോണോ ആൽഫബറ്റിക് സൈഫർ, പോളി ആൽഫബറ്റിക് സൈഫറിൽ പ്ലേ ഫെയറും ഹിൽ സൈഫറും. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പോളി ആൽഫബറ്റിക്കിൽ പ്ലേ ഫെയർ സൈഫറും അതുപോലെ തന്നെ ഹിൽ സൈഫറും വേണം സൈഫറും ഉണ്ട്. ദെൻ ട്രാൻസ്പോസിഷൻ ടെക്നിക്സിൽ ഈ പറയുന്ന റെയിൽ ഫെൻസ് സൈഫറും റോ കോളം ട്രാൻസ്പോസിഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് ക്ലാസിക്കൽ എൻക്രിപ്ഷൻ ടെക്നിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ ആദ്യത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്നത് പോലെ തന്നെ ഒരു ലെറ്ററിന് പകരം, അതായത് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒറിജിനൽ മെസ്സേജ്. ആ മെസ്സേജിൻ്റെ ഓരോ ലെറ്ററിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റ് ഏതെങ്കിലും ലെറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ വെച്ചിട്ടോ ഒക്കെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഹലോ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ഞാൻ എച്ച് എന്ന് പറയുന്ന ലെറ്ററിന് പകരം മറ്റൊരു, ഞാനിപ്പോൾ നമ്പറാണ് യൂസ് ചെയ്യുന്നത്, എച്ചിന് പകരം ഞാൻ 2 എന്നുള്ള യൂസ് ചെയ്യുന്നു, ഇക്ക് പകരം 5 യൂസ് ചെയ്യുന്നു, എല്ലിന് പകരം 3, ദെൻ എഗെയിൻ എല്ലാണ് 3, ദെൻ ഒയ്ക്ക് പകരം ഒരു 9. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ റഫായിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയല്ല, നമ്മളത് ഒരു കോമൺ ഇത് ഫോളോ ചെയ്തിട്ട് വേണം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ ലെറ്ററിന് പകരം മറ്റുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടോ നമ്പേഴ്സോ ഒക്കെ ഉപയോഗിച്ചിട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യം ഉപയോഗിച്ചത് ജൂലിയസ് സീസർ ആണ്. ജൂലിയസ് സീസറിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ജൂലിയസ് സീസർ അവരുടെ ആർമി ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ സീക്രട്ട് ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, കുറേ ബിറ്റുകളായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ഓരോ ബിറ്റിന് പകരവും നമ്മൾ എന്ത് ചെയ്യുക, സൈഫർ ടെക്സ്റ്റിലുള്ള ബിറ്റ് പാറ്റേൺ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയോ. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ആൽഫബറ്റിൽ, അതായത് നമ്മുടെ ലെറ്ററിൽ പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ ലെറ്ററിന് പകരം എന്ത് ചെയ്യുക, അതിന് ശേഷമുള്ള മൂന്നാമത്തെ പ്ലേസിൽ വരുന്ന ലെറ്റർ ഏതാണോ അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളിവിടെ ഒരു ജനറലി പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ ലോവർ കേസിലും സൈഫർ ടെക്സ്റ്റ് അപ്പർ കേസിലുമാണ് റിപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പ്ലെയിൻ ടെക്സ്റ്റ് കാണാം, മീറ്റ് മീ ആഫ്റ്റർ ദ പാർട്ടി. സോ അതിൽ എം അല്ലേ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആൽഫബറ്റ്സ് എ ടു ഇസഡ് വരെയുള്ള ആൽഫബറ്റ്സും അതിൻ്റെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എത്രയായിരുന്നു, 3 പ്ലേസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലെറ്ററിന് പകരം 3 പ്ലേസ് കഴിഞ്ഞതിന് ശേഷമുള്ള ലെറ്റർ ചൂസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ലെറ്റർ ഏതായിരുന്നു, എം. സോ എം വരുമ്പോൾ എമ്മിന് ശേഷം മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്ന ഏതാണെന്ന് നോക്കാം. സോ 1, 2, 3. അതായത് അടുത്ത് എന്താണ് വരുന്നത്, 15 ആണ്, അതായത് പി ആണ് വരേണ്ടത്. സോ എമ്മിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ ഏത് ലെറ്റർ കൊടുക്കുന്നത്, പി ആണ് കൊടുക്കുന്നത്. ദെൻ അഗെയിൻ ഇ. അപ്പോൾ ഇ കഴിഞ്ഞിട്ട് മൂന്നാമത് വരുന്ന ആരാന്ന് നോക്കണം, 1, 2, 3. മൂന്നാമത് വരുന്ന എച്ച് ആണ്. സോ ഇക്ക് പകരം എച്ച്, എഗെയിൻ ഇ ആണ്, വീണ്ടും എച്ച് കൊടുക്കുന്നു. ദെൻ ടി. ടി എന്ന് പറയുമ്പോഴത്തേക്കും ടി കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് കിടക്കുന്ന ആരാന്ന് നോക്കും. ടി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ടി കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് കിടക്കുന്ന ആരാന്ന് നോക്കും. ടി കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് വരുന്നത് ഡബ്ല്യു ആണ്. സോ ഡബ്ല്യു വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഒറിജിനൽ പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ലെറ്ററും നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ആണ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങൾ കണ്ടത്. അപ്പം ഇതിന് 3 പ്ലേസ് കഴിഞ്ഞതിന് ശേഷമുള്ളത് എടുക്കുന്നു. അപ്പോൾ ഈ 3 പ്ലേസ് തന്നെ എടുക്കണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല, അത് ഓരോരുത്തരും ചൂസ് ചെയ്യുന്ന കണക്കിരിക്കും. ഇപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ABCD എന്ന് പറയുന്ന അപ് ടു Z എന്നുള്ളതാണ് നമ്മളുടെ ടെക്സ്റ്റ്. ദെൻ ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന ഷിഫ്റ്റ് സൈഫർ എന്ന് നമ്മൾ സീസർ സൈഫറിനെ പറയാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഷിഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന 23, അതായത് എ കഴിഞ്ഞ് അടുത്ത 23 ലെറ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം വരുന്ന എന്താണോ അതാണ് കൊടുക്കേണ്ടുള്ളത്. സോ എ കഴിഞ്ഞ് പിന്നെ 23 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഏതായിരുന്നു, എക്സ് ആണ് വരുന്നത്. ഓക്കെ. സോ അങ്ങനെ റീപ്ലേസ് ചെയ്യാം. ദെൻ ഇവിടെ ഷിഫ്റ്റ് 4 ആകുമ്പോൾ എക്ക് ശേഷം ഫോർത്ത് ആരാ വരുന്നത്, എ കഴിഞ്ഞിട്ട് 1, 2, 3, 4 ഇ ആണ് വരുന്നത്. സോ അങ്ങനെ
അതാണ് നമ്മൾ ഷിഫ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മുന്നേ എക്സാമ്പിൾ കാണിച്ച് ഷിഫ്റ്റ് 3 ആയിരുന്നു. ഇവിടെ ഷിഫ്റ്റ് 23യും ഷിഫ്റ്റ് 4ഉം വരുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ സൈഫർ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ കീ ആയിട്ട് എടുത്തത്, അതായത് എത്ര ഷിഫ്റ്റ് ചെയ്യണം, 3 ഷിഫ്റ്റ് ചെയ്യണം, അതായത് 3 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഡിഫറെൻറ്റ് കീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലി നമ്മളുടെ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് A = 0, B = 1 അപ് ടു Z = 25 എന്നുള്ള രീതിയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീസർ സൈഫറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ്റെയും ഡിക്രിപ്ഷൻ്റെയും ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സോ എൻക്രിപ്ഷൻ ഒരു പർട്ടിക്കുലർ പ്ലെയിൻ ടെക്സ്റ്റിലെ ഒരു ലെറ്റർ എടുക്കുകയാണെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് നമ്പർ എടുക്കുക, അതായത് A ആണെങ്കിൽ 0, B1, C2 അങ്ങനെ ആ നമ്പർ പ്ലസ് നമ്മുടെ ഇവിടെ K എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കീ ആണ്, 3 മോഡ് 26 ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ ലെറ്റർ എന്ന് പറയുന്നത് M ആണ്. M ആകുമ്പോഴത്തേക്കും നമുക്ക് എൻക്രിപ്ഷൻ ഓഫ് M ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എമ്മിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നേ കണ്ടിരുന്നു, എമ്മിൻ്റെ കറസ്പോണ്ടിങ് നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ നമ്പർ വരുന്നത് 12 ആണ്. സോ 12 + 3 മോഡ് 26 എന്ന് പറയുമ്പോൾ 15 മോഡ് 26 എന്ന് വരും. 15 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് കിട്ടുന്നത്, P ആണ് കിട്ടുന്നത്. ഓക്കെ, 15 മോഡ് 26 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്, 15 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 15 ആയിട്ട് എടുത്തത്. ഓക്കെ, ദെൻ എൻക്രിപ്ഷൻ ഓഫ് E നോക്കാം. E എന്ന് പറയുന്നത് 4 ആണ് കറസ്പോണ്ടിങ് നമ്പർ. സോ 7 മോഡ് 26 എന്ന് കിട്ടി. സോ 7 = 7. നിങ്ങൾക്ക് മോഡ് ഓപ്പറേഷൻ ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മോഡ് ഓപ്പറേഷൻ അറിയാലോ. മോഡ് ഓപ്പറേഷൻ എന്താ പെർഫോം ചെയ്യുന്നത്, ആ ഡിവിഷൻ്റെ റിമൈൻഡർ എത്രയാണോ അതാണ് എടുക്കുന്നത്. ഇപ്പോൾ 26 എന്ന് പറയുന്ന ഒരു ലാർജ് നമ്പർ ആയതുകൊണ്ട് എനി നമ്പർ മോഡ്, അതായത് 26-നേക്കാളും കുറഞ്ഞൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും, ആ നമ്പർ ഇറ്റ്സെൽഫ് ആയിരിക്കും അതിൻ്റെ വാല്യൂ ആയിട്ട് വരിക. ഇനി 27 മോഡ് 26 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ, 27 മോഡ് 26 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആൻസർ എത്രയായിരിക്കും വരിക, 1 ആയിരിക്കും. ദെൻ 26 കഴിഞ്ഞ് എത്രയാണോ പോകുന്നത് ആ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 30 മോഡ് 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയായിരിക്കും വരിക, 30 മോഡ് 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയായിരിക്കും വരുന്നത്, 4. ഓക്കെ, സോ ആ രീതിയിൽ പോകും. ഇപ്പോൾ നമുക്കിവിടെ 30-ലൊന്നും പോകത്തില്ല, കാരണം നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 to 25 വരെ വരുള്ളൂ ഓരോ ആൽഫബറ്റ്സിൻ്റെയും നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എൻക്രിപ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ഡിക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഡിക്രിപ്ഷൻ ചെയ്യുന്ന എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സൈഫർ ടെക്സ്റ്റിൻ്റെ നമ്പർ എത്രയാണോ അതിൽ നിന്ന് നമ്മുടെ കീ വാല്യൂ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എൻക്രിപ്ഷൻ ചെയ്തത് P ആയിരുന്നു കിട്ടിയത്. പിയുടെ കറസ്പോണ്ടിങ് നമ്പർ എന്ന് പറയുന്നത് 15 - 3 മോഡ് 6 എന്ന് പറയുമ്പോൾ 12 മോഡ് 26 എന്ന് വരും. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M. സോ നമ്മൾ എമ്മിനെ എൻക്രിപ്റ്റ് ചെയ്തപ്പോൾ P കിട്ടി, Pനെ ഡിക്രിപ്റ്റ് ചെയ്തപ്പോൾ തിരിച്ച് M എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് സീസർ സൈഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കീ വാല്യൂ കൊടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഇതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ ആ പ്ലെയിൻ ടെക്സ്റ്റിന് ഓരോ കീ വാല്യൂ കൊടുക്കുമ്പോഴും ഉള്ള അതിൻ്റെ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കീ വാല്യൂ 1 വരുമ്പോൾ എങ്ങനെയായിരിക്കും, 2 വരുമ്പോൾ, 3 വരുമ്പോൾ, അങ്ങനെ ഓരോന്നും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു 26 കീ അല്ലെങ്കിൽ ഈ 25 കീസ് ട്രൈ ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ ടെക്നിക്ക് അല്ല. അപ്പോൾ നമ്മൾ സീസർ സൈഫറിൽ നമ്മൾ പറഞ്ഞു അവിടെ ഷിഫ്റ്റ് ചെയ്യുന്ന ഓരോ ഓപ്പറേഷനാണ്. സോ അതിലുള്ള കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുന്നതിനായിട്ട് വന്ന അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറാണ് മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ. അപ്പോൾ മോണോ ആൽഫബറ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ നമ്മൾ ഒരു ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു സെയിം നമ്പർ തന്നെയാണ്, അതായത് മോണോ ആൽഫബറ്റിക്. ഒരു ക്യാരക്ടറിനെ റീപ്ലേസ് ചെയ്യാൻ എപ്പോഴും ഒരു ക്യാരക്ടർ വെച്ചിട്ട് മറ്റൊരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും നമ്മൾ എപ്പോഴും റീപ്ലേസ് ചെയ്യുക. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിഫ്റ്റിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുന്ന വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ മോണോ ആൽഫബറ്റിക്കൽ അങ്ങനല്ല. ഒരു ക്യാരക്ടറിന് പകരം എപ്പോഴും നമ്മൾ മറ്റൊരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും, മറ്റൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ആൽഫബറ്റ് അല്ലെങ്കിൽ നമ്പർ ഒരു സിമ്പിൾ അങ്ങനെ വെച്ചിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പോസിബിൾ കീസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 26 ഫാക്ടോറിയൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ടീഡിയസ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ കുറച്ചുകൂടി സെക്യൂർ ആണ് ആസ് കമ്പയർഡ് ടു സീസർ സൈഫർ എന്ന് നമുക്ക് പറയാം. പക്ഷേ എങ്കിലും അറ്റാക്ക് പോസിബിൾ ആണ്. അതെങ്ങനെയാണെന്നുള്ളതുകൊണ്ട് കൂടെ പറയാം. നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് റിഡൻഡൻ്റ് ആണ്. അതായത് സർട്ടൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഇംഗ്ലീഷിൽ ഇ എന്ന് പറയുന്ന ലെറ്റർ കുറേയധികം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അതായത് ടിക്ക് ശേഷം നമ്മൾ കോമൺ ആയിട്ടും ടിക്ക് ശേഷം ഇ യൂസ് ചെയ്യാറുണ്ട്. ആറിന് ശേഷവും ഇ വരാറുണ്ട്. എന്നിന് ശേഷം ഒയ്ക്ക് ശേഷം ഈ ലെറ്റേഴ്സിനൊക്കെ പിറകെ ആയിട്ട് ഇ വരാറുണ്ട്. ദെൻ ഈ ക്യൂ എക്സ് ജെ എന്ന് പറയുന്നതൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാത്തതുമാണ്. സോ അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഗസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഡയഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടെ ചേർന്ന് വരുന്ന ടി എച്ച് എന്ന് പറയുന്നത്, ദെൻ ഐ എൻ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്രാംസ് ആണ്. അതായത് ഒരുമിച്ച് വരാൻ സാധ്യതയുള്ള കൂടുതലുള്ള ലെറ്റേഴ്സ്. ദെൻ ടി എച്ച് ഇ ഇതും എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് വരാവുന്നതാണ്. അപ്പോൾ മോസ്റ്റ് കോമൺ 2 ലെറ്റർ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ടി എച്ച്, ഇൻ, എർ, ആർ, ഇ, ആൻ, ഇതൊക്കെ. ദെൻ 3 ലെറ്റർ കോമ്പിനേഷന് ട്രൈഗ്രാംസ് എന്ന് പറയും. അതായത് ടി എച്ച് ഇ, ഐ എൻ ജി, ആൻഡ്, ഐ ഒ എൻ, ഇതൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് വരാവുന്ന 3 ലെറ്ററിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് പറയാം, നമ്മളുടെ ഒരു ക്യാരക്ടർ, നമ്മളുടെ ഒരു സൈഫർ ടെക്സ്റ്റ് കിട്ടുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതലുള്ള ഏത് ലെറ്റർ ആയിരിക്കും കൂടുതലായിട്ട് വരിക എന്നുള്ളതൊക്കെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു സൈഫർ ടെക്സ്റ്റിനെ അറ്റാക്ക് ചെയ്യാനും അതിൽ നിന്നും ഒറിജിനൽ മെസ്സേജിനെ അവർക്ക് ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാനും കഴിയും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതിൽ ഈസി ടു ബ്രേക്ക് ആണ്. ബിക്കോസ് ഫ്രീക്വൻസി ഒറിജിനൽ ആൽഫബറ്റിൻ്റെ ആ ഒരു ഫ്രീക്വൻസി എപ്പോഴും കൂടുന്നതനുസരിച്ച് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സൈഫർ ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ യു സെഡ് ക്യു എസ് ഒ വി യു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നോർമലി ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ഇതൊരു മീനിങ് ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് ആയിട്ടുള്ള ലെറ്റർ ഫ്രീക്വൻസീസ് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഫ്രീക്വൻസി കൂടുതലുള്ളത് പി എന്ന് പറയുന്ന ലെറ്ററിനാണ്, പി. അതുപോലെ തന്നെ ഇസഡിനാണ് അടുത്ത ഫ്രീക്വൻസി ഉള്ളത്. അപ്പോൾ പിയും ഇസഡും എന്ന് പറയുന്നത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇക്കും ടിയുടെയും കറസ്പോണ്ടിങ് ആണെന്ന് അവർക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇസഡ് ഡബ്ല്യു പി ഇതൊക്കെ എന്ന് പറയുന്നത് ടി എച്ച് ആയിട്ടും ടി എച്ച് ഇ ആയിട്ടും ഒക്കെ അസ്യൂം ചെയ്യാം. സോ അങ്ങനെ അസ്യൂം ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റാക്കേഴ്സിന് ഈ ഒരു സൈഫർ ടെക്സ്റ്റിൽ നിന്നും ഒറിജിനൽ മെസ്സേജ് കറസ്പോണ്ടിങ് ആയിട്ട് പെട്ടെന്ന് തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ കാരണം ഇങ്ങനെ പി വരുന്നിടത്തെല്ലാം ഇ കൊടുക്കുക, ദെൻ അതുപോലെ ഇസഡ് വരുന്നിടത്തെല്ലാം ടി കൊടുക്കുക, ദെൻ ഇസഡ് ഡബ്ല്യു വരുന്നിടത്തെല്ലാം, ഇപ്പോൾ നമുക്ക് ഇസഡ് വരുമ്പോൾ ടി ആണെന്ന് നമുക്കറിയാം, ദെൻ ഇസഡ് ഡബ്ല്യു വരുമ്പോൾ അടുത്ത എച്ച് ആണ്, ദെൻ ഇസഡ് ഡബ്ല്യു എന്തായാലും ടി എച്ച് കിട്ടി, പിന്നെ പി എന്ന് പറയുന്നത് എന്താണ്? ഇക്യു ആണെന്ന് കിട്ടി. സോ അവിടെ എല്ലായിടത്തെല്ലാം ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ നമ്മുടെ ഒറിജിനൽ മെസ്സേജിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു വ്യൂ അവർക്ക് കിട്ടും. അതിൽ നിന്ന് ഒറിജിനൽ മെസ്സേജ് എളുപ്പത്തിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ ഇതാണ് നമ്മളുടെ മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ. അപ്പോൾ മോണോ ആൽഫബറ്റിക്കിൽ നമ്മൾ ഓരോ ക്യാരക്ടറിന് പകരമായിരുന്നു ഓരോ ക്യാരക്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തത്. പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അൽഗോരിതം എന്ന് പറയുന്നതിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് പ്ലേ ഫെയർ സൈഫർ. അപ്പോൾ പ്ലേ ഫെയർ സൈഫർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡൈഗ്രാഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറാണ്. അതായത് നമ്മൾ നോർമലി ഒരു ക്യാരക്ടറിന് പകരം മറ്റൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ റീപ്ലേസ് ചെയ്ത് പോകാതെ ഇവിടെ പെയർ ഓഫ് ആൽഫബറ്റ്സിന് പകരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ട്രഡീഷണൽ സൈഫറിൽ ഓരോ ക്യാരക്ടറിന് ഇപ്പോൾ എക്ക് പകരം മറ്റൊരു ക്യാരക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, എക്ക് പകരം ഞാൻ ഇ കൊടുക്കുന്നു, അങ്ങനെ റീപ്ലേസ് ചെയ്ത് പോവുകയാണെങ്കിൽ, പക്ഷേ പ്ലേ ഫെയറിൽ ഒരു പെയർ ഓഫ് ആൽഫബറ്റ്സിന് പകരം മറ്റൊരു ആൽഫബറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് പകരം പെയർ ബൈ പെയർ ആയിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ അതിൻ്റെ അൽഗോരിതത്തിൽ മെയിനായിട്ടും ഈ 2 സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യുക? ഒരു കീ സ്ക്വയർ ജനറേറ്റ് ചെയ്യുക. ഒരു 5x5 എന്ന് പറയുമ്പോൾ 25. അപ്പോൾ 25 ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു 5x5 സ്ക്വയർ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ആൽഫബറ്റ്സ് ആയിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് നോർമലി ആൽഫബറ്റ്സ് എത്ര ഉണ്ട്? 26 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ യൂഷ്വലി അവർ ഒമിറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ജെ ആണ്.
അപ്പോൾ ജെയ്ക്കും ഐക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്. അതായത് ഐ ഓർ ജെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ അതായത് പ്ലെയിൻ ടെക്സ്റ്റിൽ ജെ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് ഐ കൊടുക്കും, പ്ലെയിൻ ടെക്സ്റ്റിൽ ഐ ആണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് ജെ കൊടുക്കും, ആ രീതിയിൽ പോകും. ദെൻ ഇനി നമുക്ക് ഇനി ഒരു കീ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ കീ വാല്യൂ എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ഒരു നമ്മുടെ സ്ക്വയറിലേക്ക് ആദ്യം ഈ കീ വാല്യൂവിനെ ആയിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ ഈ കീ വാല്യൂവിൽ ആൽഫബറ്റ്സ് ഒഴിച്ചുള്ള ലെറ്റേഴ്സ് എല്ലാം ബാക്കിയുള്ളിടത്ത് ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. സോ ഇനി അതിനുശേഷം എന്ന് പറയുന്നത് ഇത് നമുക്ക് എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യാമെന്നുള്ള അൽഗോരിതമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റിനെ 2 പെയർ ഓഫ് ലെറ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡയഗ്രാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഓഡ് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മളൊരു ബോഗസ് ക്യാരക്ടർ ആയിട്ട് ഇസഡിനെ ആഡ് ചെയ്യും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. സപ്പോസ് എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് 2 വീതം ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ INSTRUMENT എസ് മാത്രമായിട്ട് വരും. അപ്പോൾ എസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ആരുമായിട്ടും പെയർ ചെയ്യാനില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ബോഗസ് ലെറ്റർ ആയിട്ട് ഇസഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളത്, സെയിം ലെറ്റർ വെച്ചിട്ട് നമ്മൾ പെയർ ആക്കത്തില്ല. ഇപ്പം നിങ്ങൾ മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കോ. ഹലോയിൽ എന്ന് പറയുമ്പോൾ HE കഴിഞ്ഞിട്ട് LL അതിന് നമ്മൾ പെയർ ആക്കത്തില്ല. അപ്പോൾ അവിടെ മറ്റൊരു ബോഗസ് ലെറ്റർ ആയിട്ടുള്ള എക്സ് കൊടുക്കുന്നു. അപ്പോൾ ഒരു എല്ലിൻ്റെ കൂടെ എക്സും അടുത്ത എല്ലിനെ ഓയുടെ കൂടെ പെയർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പെയറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഹലോ എന്ന് പറയുന്നത് HE, ആദ്യത്തെ എല്ലിൻ്റെ കൂടെ എക്സ്, അടുത്ത എല്ലിൻ്റെ കൂടെ O, അടുത്ത ഇ മാത്രമേ ഉള്ളൂ. അപ്പം എൻഡിൽ നിങ്ങൾക്ക് ഒരു ലെറ്റർ മാത്രമായിട്ട് വരുവാണെങ്കിൽ ഇസഡ് എന്ന് പറയുന്ന ബോഗസ് ലെറ്റർ വെച്ചിട്ട് അതിനെ പെയർ ചെയ്യണം. അതല്ല മിഡിലാണ് നമുക്ക് സെയിം ലെറ്റർ വരുന്നതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ എക്സ് എന്നുള്ള പറയുന്ന ബോഗസ് ലെറ്റർ കൂടി ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സും ഇസഡിനെയും നമ്മൾ ബോഗസ് ലെറ്റേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കീ എന്ന് പറയുന്നത് മൊണാർക്കി എന്ന് പറയുന്ന ഒരു കീ ആണ്. മൊണാർക്കി അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു 5x5 1 2 3 4 5 ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക. എൻ്റെ കീ എന്ന് പറയുന്നത് മൊണാർക്കി ആണ്. സോ ആദ്യം ഞാൻ എന്ത് ചെയ്തു, MONARCHY, അപ്പോൾ ഇതുവരെ ഫില്ല് ചെയ്തു. ഇനി അടുത്ത എനിക്ക് എന്താണ്, അതായത് ഇതിൽ ഇല്ലാതെ വരുന്ന നമ്മുടെ ആൽഫബറ്റ്സിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള ബാക്കിയുള്ള ലെറ്റർ ഓർഡർ ബൈ ഓർഡർ ആയിട്ട് ഇനി അങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ABCDയിൽ A ഓൾറെഡി മൊണാർക്കിയിലുണ്ട്. ഇതിന് അടുത്തില്ലാത്ത BC ഉണ്ടോ, C ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് DEFGH മൊണാർക്കിയിലുള്ളത് കൊണ്ട് പിന്നെ അടുത്ത I or J ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ KLM ഓൾറെഡി ഉണ്ട്, N ഉണ്ട്, OU ഉണ്ട്, ദെൻ PQR ഓൾറെഡി ഉണ്ട്, STUVWXY ഉള്ളത് കൊണ്ട് XZ. സോ ഈ രീതിയിലാണ് നമ്മൾ ആ മെട്രിക്സ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മളുടെ കീ എന്താണോ കീ അതിനെ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ദെൻ അതിൽ വരാത്ത യൂണിക് ക്യാരക്ടേഴ്സ് ബാക്കിയുള്ളതെല്ലാം ഓർഡറിൽ കൊടുക്കുക. ദെൻ IO JO നമ്മൾ ഏതെങ്കിലും ഒന്നായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ 5x5 മെട്രിക്സ് ആകുമ്പോൾ 25 ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇനി എൻക്രിപ്ഷൻ്റെ റൂൾസ് ആണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വന്നപ്പോൾ അപ്പോൾ നമ്മുടെ എൻ്റെ ഡയഗ്രാഫ് അല്ലെങ്കിൽ എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ME എന്ന് പറയുന്ന ലെറ്റർ ആണ്. ME പ്ലെയിൻ ടെക്സ്റ്റിൽ ഡയഗ്രാഫായിട്ട് എനിക്ക് കിട്ടിയത് ME എന്നുള്ളതാണ്. സോ അത് നമുക്ക് ഈ ഒരു ഇതിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുക. അതുപോലെ ഇവർ ഒരേ കോളത്തിലാണോ എന്ന് നോക്കുക. ബോത്ത് ലെറ്റേഴ്സ് ആർ ഇൻ ദ സെയിം കോളം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എമ്മും ഇയും ഒരേ കോളത്തിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, അവയ്ക്ക് ശേഷം അതായത് അവർക്ക് താഴെയായിട്ട് കിടക്കുന്ന നമ്പർ ആയിരിക്കും അവരുടെ സൈഫർ ടെക്സ്റ്റ് ആയിട്ട് വരിക. സോ എമ്മിന് താഴെ കിടക്കുന്ന എന്താണ്, അപ്പോൾ എമ്മിനെ റീപ്ലേസ് ചെയ്തിട്ട് സിയും ഇനെ റീപ്ലേസ് ചെയ്തിട്ട് എല്ലും ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതൊരു റൂളാണ്. സോ ബോത്ത് ലെറ്റേഴ്സ് ആർ ഇൻ ദ സെയിം കോളം ആണെങ്കിൽ അവർക്ക് തൊട്ട് താഴെ കിടക്കുന്ന അവരെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സൈഫർ ടെക്സ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എമ്മിന് പകരം സി വെച്ചിട്ടും ഇക്ക് പകരം എല്ല് വെച്ചിട്ടും റീപ്ലേസ് ചെയ്യും. ദെൻ അടുത്തത് ബോത്ത് ലെറ്റേഴ്സ് ആർ ഇൻ ദ സെയിം റോ. ഇപ്പോൾ സെയിം കോളത്തിൽ വരുന്ന നമ്മൾ കണ്ടു. ഇനി സെയിം റോ നമ്മുടെ ഡയഗ്രാഫ് അതല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റിൽ വരുന്ന ST എന്ന് പറയുന്ന ലെറ്റർ ആണ്. അപ്പോൾ ST ഒരേ റോയിലാണ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, എൻക്രിപ്ഷൻ ചെയ്യുന്നത് അവരുടെ റൈറ്റ് മോസ്റ്റ് പൊസിഷൻ, അതായത്
നമ്മൾ റൈറ്റ് ഓഫ്, അതായത് ഓരോന്നിനും റൈറ്റ് ആയിട്ട് കിടക്കുന്ന എന്താണോ അതിനെ ആയിരിക്കും ചൂസ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ എസ്സിന് റൈറ്റിൽ കിടക്കുന്ന എത്രയാണ്? ടി. സോ എസ്സിന് പകരമായിട്ട് ഞാൻ ടി വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുക. ദെൻ അടുത്ത ടിക്ക് പകരമായിട്ട് എന്താണ് റീപ്ലേസ് ചെയ്യുക? ടിക്ക് പകരം ഇവിടെ ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും റൈറ്റ് ഇത് തൊട്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരുന്ന എൽ ആണ്, സെയിം റോയിലുള്ളത് എൽ. സോ ടിക്ക് പകരം എൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അടുത്തത് ഇനി ആ പറഞ്ഞ പോലെ ഒന്നും അല്ല, അതായത് നമുക്ക് ഒരേ റോയിലും വരുന്നില്ല, ഒരേ കോളത്തിലും വരുന്നില്ല. അപ്പോൾ ഒരേ റോയിലും ഒരേ കോളത്തിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കണം എന്നുള്ളത് കണ്ടു. ഇനി അതല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുക. ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഡയഗ്രാഫിൽ വരുന്നത് എന്നും ടിയും ആണ്. സോ എന്നും ടിയും ഞാൻ ലൊക്കേറ്റ് ചെയ്തു. അത് ഉപയോഗിച്ചൊരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ ഓഫ് ദ റെക്റ്റാങ്കിൾ വരുന്നവരാരൊക്കെയാണോ അതായിരിക്കും നമ്മളുടെ കറസ്പോണ്ടിങ് സൈഫർ ടെക്സ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടുള്ളത്. സോ എന്നിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ വരുന്നത് ആറും ടിയുടെ ഓപ്പോസിറ്റ് കോർണറിൽ വരുന്നത് ക്യൂ. ഓക്കെ, അപ്പോൾ എന്നിന് പകരം ആറും ടിക്ക് പകരം ക്യൂ. അപ്പോൾ ഇനി ഈ ഒരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ അതിനെ എങ്ങനെ ഞാൻ എൻക്രിപ്റ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ അതിനെ ഡയഗ്രാഫായിട്ട് ഫോം ചെയ്യും, IN എന്ന് പറഞ്ഞിട്ട്. പിന്നെ ST നമ്മൾ മുന്നേ കണ്ടിരുന്നല്ലോ, അങ്ങനെ ഡിവൈഡ് ചെയ്യും. സോ അത് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആദ്യം IN. സോ IN നമ്മൾ ഇതിനകത്ത് നോക്കുകയാണ്. IN എന്ന് പറയുന്നത് ഒരേ റോയിലല്ല, ഒരേ കോളത്തിലല്ല. അപ്പോൾ എന്ത് ചെയ്യുക? അവരെ ഉപയോഗിച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുക. ദെൻ ഓപ്പോസിറ്റ് കോർണറിൽ വരുന്നവരെ ചൂസ് ചെയ്യുക. അപ്പോൾ എന്നിന് പകരം എയും ഐക്ക് പകരം ജിയും. സോ എന്നിന് പകരം എയും ഐക്ക് പകരം ജിയും ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ST. ST എന്ന് പറയുന്ന ഒരേ റോയിൽ വന്നു. സോ എസ്സിന് പകരം ടിയും ടിക്ക് പകരം എല്ലും ആയിരിക്കും. ദെൻ അടുത്ത എന്താ? RU എന്ന് പറയുന്നത് നമുക്ക് ഈ കോർണറിലാണ് വന്നത്. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓപ്പോസിറ്റ് കോർണറിൽ വരുന്ന റെക്റ്റാങ്കിൾ നോക്കുക. അപ്പോൾ ആറിന് പകരം എമ്മും ദെൻ യുവിന് പകരം ഇസഡും ആയിരിക്കും. അടുത്തത് ME എന്ന് പറയുന്നതാണ് നമ്മുടെ ഡയഗ്രാഫ്. സോ അത് ഒരേ കോളത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയുള്ള നമ്പറിനെ വേണം നമുക്ക് സൈഫർ ടെക്സ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ. സോ എമ്മിന് പകരം സിയും ഇന് പകരം എല്ലുമായിട്ട് എടുക്കും. ദെൻ NT എന്ന് പറയുന്നതും റെക്റ്റാങ്കിൾ ആയിട്ടാണ് വന്നത്. എന്നിന് പകരം ആറും ക്യൂവിന് പകരം ടിയും. എന്നിന് പകരം ആറും ടിക്ക് പകരം ക്യൂ ആണ്. ടി അല്ലേ നമ്മുടെ ഒറിജിനൽ ഡയഗ്രാഫിൽ വരുന്നത്. ദെൻ SZ എന്ന് പറയുമ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യാം. എസ്സിന് പകരം ടിയും ദെൻ ഇസഡിന് പകരം എക്സും. സോ ഇതാണ് നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു സൈഫർ ടെക്സ്റ്റിന്, ആ ഒരു പ്ലെയിൻ ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഫർ ടെക്സ്റ്റ് ആണ് കിട്ടിയത്. AG TL MZ CL RQ TX. സോ ഇതാണ് നമുക്ക് കിട്ടിയ സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളുടെ പോളി ആൽഫബറ്റിക്കിലെ പ്ലേ ഫെയർ സൈഫർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിക്രിപ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഡിക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്ത ആ ഒരു സംഭവം അതിനെ ജസ്റ്റ് റിവേഴ്സിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡിക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയഗ്രാഫ് CL ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സെയിം കോളത്തിലാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ടുള്ളത് നമുക്ക് ആ ലെറ്ററിന് മുകളിൽ വരുന്ന ലെറ്റർ ചൂസ് ചെയ്യുക. മുന്നേ നമ്മൾ എൻക്രിപ്ഷനിൽ ഓരോ ലെറ്റർ സെയിം കോളത്തിലാണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ളത് ചൂസ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. പക്ഷെ ഡിക്രിപ്ഷനിലാണെന്നുണ്ടെങ്കിൽ ആ ലെറ്ററിന് മുകളിലുള്ളവരെ ചൂസ് ചെയ്യുക. സോ നമ്മുടെ CL എന്ന് പറയുന്നതാണ് നമ്മുടെ ഡയഗ്രാഫ്, അതായത് നമുക്ക് സൈഫർ ടെക്സ്റ്റിൽ വരുന്ന ലെറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യുക? സിക്കും എല്ലും ഒരേ കോളത്തിലാണ്, അതിന് തൊട്ട് മുകളിൽ വരുന്ന എടുക്കുക. സോ സിക്ക് പകരം M, എല്ലിന് പകരം E. ദെൻ സെയിം റോയിൽ വരികയാണെങ്കിൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അപ്പം നമുക്ക് കിട്ടിയ TL ആണ് നമ്മളുടെ ഡയഗ്രാഫ്. അപ്പോൾ ഒരേ റോയിലാണ് വരുന്നതെങ്കിൽ അതിന് തൊട്ട് ലെഫ്റ്റിലുള്ളത് എടുക്കുക. അപ്പോൾ ടിക്ക് പകരം S, എല്ലിന് പകരം എല്ലിൻ്റെ ലെഫ്റ്റിലെന്ന് പറയുമ്പോൾ T. ദെൻ നമുക്ക് ഒരേ റോയിലോ അല്ല ഒരേ കോളത്തിലോ അല്ല വരുന്നതെങ്കിൽ റെക്റ്റാങ്കിൾ ഫോം ചെയ്യുക. പിന്നെ അവരുടെ ഓപ്പോസിറ്റ് കോർണറിലുള്ള എടുക്കുക. RQ എന്നുള്ളതാണ്. സോ ആറിനും ക്യൂവും വെച്ചിട്ട് റെക്റ്റാങ്കിൾ ഫോം ചെയ്യാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് എന്നും ടി. സോ ഈ രീതിയിലാണ് നമ്മളുടെ
ഒറിജിനൽ ഇപ്പം നിങ്ങളുടെ പ്ലെയിൻ ടെക്സ്റ്റ് ഇപ്പം ഇതാണ് നമ്മുടെ റിക്രിപ്ഷൻ നടക്കുമ്പോൾ പ്ലെയിൻ ടെക്സ്റ്റ് ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒറിജിനൽ മെസ്സേജിലേക്ക് ഡിക്രിപ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, സോ ഈ രീതിയിലാണ് പ്ലേ ഫെയർ സൈഫർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോണോ ആൽഫബറ്റിക് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യും. കാരണം അവിടെ നമുക്ക് മാക്സിമം ഒരു 26x26 ഡയഗ്രാംസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അനലൈസ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മെയിനായിട്ടും US ആൻഡ് ബ്രിട്ടീഷ് മിലിറ്ററിയിൽ വൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നിക്കായിരുന്നു പ്ലേ ഫെയർ സൈഫർ.